ഞാൻ ഭൂതയുടെ ഉപ്പ അവസാനം നിഹാലിന്റെ സുഹൃത്ത് നിക്കാഹ് കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഭൂതയോട് ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള മഹ്റിന് ഈ വിവാഹത്തിന് ഭൂതക്ക് സമ്മതമാണോ എന്നുള്ളതാണ്. ഈ വിവാഹത്തോടെ ഭൂതയെ കൂടെ ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതുമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أقوم بالزواج وبتنكيح بين هدى بنت رزين عائشة وأوصاف أحسن ونهال بن فيروز باقوتي وميمونة بمهر مقوم وقالة عنهما بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير. ഈ നിക്കാഹ് നടത്തിയത് സത്യത്തിൽ സലഫികളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. മറിച്ച് അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഷിയായിസത്തിന്റെ പ്രചാരകനാണ്. അതായത് പച്ചയായ ഷീ ആശയം പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഏജന്റായി കേരളത്തിലെ ഷിയായിസത്തിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ നിക്കാഹിന് നേതൃത്വം കൊടുത്തത് എന്ന് ആധികാരികമായി ഒന്നാമതായി സൂചിപ്പിക്കുകയാണ്. ഇനി എന്താണ് അവിടെ നടന്നത്? അവിടെ മൂന്നാളുകൾ ഇങ്ങനെ ചേർട്ടിരിക്കുന്നുണ്ട്, ചുറ്റുഭാഗം കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, അവർ കൂക്കും വിളിയും കൈകൊട്ടുമൊക്കെ നടത്തുന്നുണ്ട്. അതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇവരെന്തൊക്കെയോ ചില വാചകങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ കൈകൊട്ടുന്നുണ്ട്, കൂക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, അങ്ങനെ ബഹളം. അവിടെ അതൊന്നും ഒരു ഇസ്ലാമിക സംസ്കാരമേ അല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ കൂക്കും വിളിയും കൈകൊട്ടൊന്നും ഒരു ഇസ്ലാമികമായ സംസ്കാരമല്ല. എന്നിട്ട് ഇദ്ദേഹം എന്താണ് അവിടെ പറയുന്നത്? മകളോട് ചോദിക്കുകയാണ് ഇയാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറുണ്ടോ എന്ന്. അതേപോലെ തന്നെ വരനായി വന്ന ആളോട് ചോദിക്കുകയാണ് ഇവരുടെ കൂടെ ജീവിക്കാൻ താങ്കൾക്കും അത് ഇഷ്ടമാണോ, തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അവരിങ്ങനെ തലകൊണ്ട് ആട്ടുന്നു, ഒന്നും സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഒറ്റക്ക് പ്രഖ്യാപിക്കുകയാണ് നിക്കാഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ നടന്നത്. സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിക്കാഹിന്റെ വേദി ശരിക്ക് അതൊരു അന്വേഷണത്തിന്റെ വേദിയല്ല, അതൊരു കരാറിന്റെ വേദിയാണ്. ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ പവിത്രമാണ്, അത് മീസാഖാണ്, ഗലീലാണ്, ശക്തമായ ബലിഷ്ഠമായ ഒരു കരാറാണത്. ആ കരാർ നടക്കുന്ന വേദിയാണ് നിക്കാഹിന്റെ വേദി. അവിടെ ഒരു അന്വേഷണത്തിന്റെ വേദിയല്ല. അന്വേഷണമൊക്കെ മുമ്പാണ് നടത്തേണ്ടത്. ഇതൊക്കെ മകളോടും അതേപോലെ തന്നെ മകളെ വിവാഹം അന്വേഷിക്കുന്ന ഈ ചെക്കനോടുമൊക്കെ ഇവളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണോ, അതേപോലെ മകൾക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കേണ്ട വേദി വേറെയാണ്. എന്നിട്ട് അത് ചോദിക്കുകയും സംസാരിക്കുകയും പരസ്പരം കാണുകയും തൃപ്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് ശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിക്കാഹിന്റെ വേദിയിലെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതല്ല നിക്കാഹിന്റെ വേദി അന്വേഷിക്കാനുള്ള വേദിയല്ല, ഇഷ്ടം ചോദിക്കാനുള്ള വേദിയല്ല. അത് കരാറ് നടക്കുന്ന വേദിയാണ്, അത് ഉടമ്പടിയുടെ വേദിയാണ്. കരാറ് നടക്കണമെങ്കിൽ രണ്ട് കക്ഷികൾ അവിടെ വേണം, അല്ലേ? അതല്ലാതെ ഒരാൾ മാത്രം ഒറ്റയാളായി പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരു കരാർ നടക്കുമോ? കരാർ നടക്കൂല. ആ രണ്ട് കക്ഷികളിൽ ഒരാൾ ഈജാബ് പറയണം, മറ്റൊരാൾ കബൂൽ പറയണം. എന്താണ് ഈജാബ് പറയാം? ഞാൻ എൻ്റെ മകളെ ഇന്ന മഹറിനായി നിങ്ങൾക്കിതാ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, അതിനാണ് ഈജാബ് എന്ന് പറയാം. അപ്പോൾ വരൻ എന്ത് വേണം? വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാള് അതെ നിങ്ങൾ വിവാഹം ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയലാണ് കബൂല്. ഇത് രണ്ടും നടക്കുമ്പോഴാണ് ഇസ്ലാമികമായി അതൊരു നിക്കാഹായി മാറുന്നത്. പക്ഷേ ആ വേദിയിൽ അത് നമ്മൾ കണ്ടില്ല. ഇയാൾ രണ്ടാളോടും ഇങ്ങനെ സമ്മതം ചോദിച്ചു, ഇഷ്ടം ചോദിച്ചു, അവർ തലയാട്ടി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. അതോടുകൂടെ വിവാഹം തീർന്നു, അതല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതാണല്ലോ അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇസ്ലാമികമായി ഈജാബും കബൂലും അവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന്, ആ കണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇനി വേറെ നടന്നോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ ഏതാണെങ്കിലും അത് നടന്നിട്ടില്ല. ഇപ്പം എന്താ ഉണ്ടായത്? പരിഷ്കരണത്തിന്റെ പേരും പറഞ്ഞ് വരന്റെ അവകാശം അവിടെ തടഞ്ഞു. വരനാണ് ഞാൻ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറയേണ്ടത്, അത് അവിടെ തടഞ്ഞ് ഇതെല്ലാം മൂപ്പര് തന്നെ ഏറ്റെടുത്ത് ഒരൊറ്റ പ്രഖ്യാപനം നടത്തുന്നതാണ് അവിടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതൊന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഈ രൂപത്തിലുള്ള തകരാറുണ്ട്.